ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവ്. വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പുതിയ വെല്ലുവിളിയുമായി ഇപ്പോൾ മുൻ സൈനിക മേധാവി ഗാഡി ഐസൻകോട്ട് ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ പ്രകാരം ഐസൻകോട്ടിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ യാഷർ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വൻ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. സർവേകൾ പ്രകാരം സെനറ്റ് പാർലമെന്റിൽ നെതന്യാഹുവിന്റെ ലിക്കുഡ് പാർട്ടിക്കാകട്ടെ 23 സീറ്റുകൾ ലഭ്യമാകുമെന്നതാണ് പ്രവചനം. അതേസമയം ഐസൻകോട്ടിന്റെ യാഷർ പാർട്ടിക്ക് 21 സീറ്റുകൾ വരെ നേടാനാകുമെന്നും വിലയിരുത്തലുണ്ട്. മുൻ പ്രധാനമന്ത്രിയായ നാഫ്ലി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സഖ്യത്തിന് 18 സീറ്റുകൾ മാത്രമാണ് സർവേ പ്രവചിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യൻ ആര് എന്ന ചോദ്യത്തിലും ഇപ്പോൾ ഗാന്ധി ഐസ്കോട്ട് നേരിട്ട് മുൻതൂക്കം നേടിയിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ ശക്തമായ ഒരു വെല്ലുവിളിയായി തന്നെ മാറുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇദ്ദേഹം ശക്തമായ ഒരു എതിരാളി കൂടിയാവുകയാണ്. സർവേയിൽ 38% പേർ ഐസ്കോട്ടിനെ പിന്തുണച്ചപ്പോൾ 36% പേർ മാത്രമാണ് നെതന്യാഹുവിനെ പിന്തുണച്ചത്. ഇതിനിടെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ അവിടെ ഘടിപ്പിക്കുകയാണ് ലിക്കുഡ് പാർട്ടി. ഐസ്കോട്ടിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ പ്രചരണ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് നെതന്യാഹുവിന്റെ പാർട്ടി. അറബ് രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ടാണ് ലിക്കുഡ് പാർട്ടി പുതിയ പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നെതന്യാഹുവിന്റെ പതിവ് രാഷ്ട്രീയ ശൈലികൾ പൂർണ്ണമായും വിപരീതമായ സമീപനമാണ് ഐസ്കോട്ട് സ്ഥിരീകരിക്കുന്നത് എന്നതാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻ മേധാവിയായിരുന്ന അദ്ദേഹം ശക്തമായ നേതൃത്വത്തിലും സൈനിക അച്ചടക്കത്തിലും പേരുകേട്ട വ്യക്തി കൂടിയാണ്. ഹമാസ് ആക്രമണത്തിന് പിന്നാലെ തന്നെ രൂപീകരിച്ച അടിയന്തര യുദ്ധസഭകളിൽ, അതായത് യുദ്ധ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഐസ്കോട്ട് ആകട്ടെ ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചുകൊണ്ട് പിന്നീട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ്. യുദ്ധത്തിൽ സ്വന്തം മകനെയും 2 ബന്ധുക്കളെയും നഷ്ടപ്പെട്ടിട്ടും രാജ്യത്തിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകിയ അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു നിലപാട് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിയിരിക്കുന്നത്. അതേസമയം ജനപിന്തുണ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുക എന്നത് ഐസ്കോട്ടിന് വലിയ വെല്ലുവിളിയായി തന്നെ മാറും. വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് സഖ്യ സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിർണായക ചോദ്യമായി തന്നെ മാറുന്നുണ്ട്. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇസ്രായേൽ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുക അല്ലെങ്കിൽ അതിന്റെ പോരാട്ടമായി മാറുമ്പോൾ നെതന്യാഹുവിന്റെ ദീർഘകാല ആധിപത്യത്തിന് ഏറ്റവും ശക്തമായ വെല്ലുവിളിയാണ് ഗാഡി ഐസ്കോട്ട് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന മറ്റു കാര്യങ്ങൾ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം രൂപീകരിച്ച അടിയന്തര യുദ്ധ മന്ത്രിസഭയിൽ ഐസ്കോട്ട് ആകട്ടെ അംഗമായിരുന്നു. എന്നാൽ ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടതിന് അദ്ദേഹം ശക്തമായി തന്നെ ഇവിടെ വിമർശിച്ചു. കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറം തന്നെ യുദ്ധത്തിന് കൃത്യമായ ഒരു തന്ത്രമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2024 ജൂണിൽ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. ഈ യുദ്ധത്തിൽ ഐസ്കോട്ടിന് തന്റെ ഇളയ മകൻ ഗാലിനെയും അതുപോലെ 2 അനന്തരവന്മാരെയും നഷ്ടപ്പെട്ടിരുന്നു. മകന്റെ വിയോഗത്തിലും രാജ്യത്തെ മുൻനിർത്തി അദ്ദേഹം സംസാരിച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഇടയാവുകയും അതേസമയം നെതന്യാഹുവിന്റെ മകൻ യാദ് ആകട്ടെ സൈനിക സേവനത്തിൽ പങ്കെടുക്കാതെ തന്നെ മിയാമിയിൽ അവിടെ ഒരു പാർട്ടിയിൽ തന്നെ ഉണ്ടായതായി അവിടെ മിയാമിയിൽ തന്നെ കഴിഞ്ഞത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു രോഷത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇതാകട്ടെ നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.